പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ബിസിനസ് ഐഡിയയിൽ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരും മനസ്സിലാക്കേണ്ടതും ഒരു കാര്യമാണ്. ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൊടുക്കുവാൻ സാധിക്കത്തില്ല. അതെല്ലാവരും ഇരുന്ന് കാണത്തില്ല. മാക്സിമം 1 മിനിറ്റ് 1.5 മിനിറ്റ് അല്ല 2 മിനിറ്റ് അതിൽ കൂടുതലൊന്നും വീഡിയോ ആരും നോക്കത്തില്ല. അപ്പം പകുതി വെച്ച് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. അപ്പം കഴിവതും എല്ലാവരും ഇതിൻ്റെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ബിസിനസ് ചെയ്യുവാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ്. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് 1-2 വീഡിയോസ് ചെയ്താൽ ഒന്നും തീരത്തില്ല. അതുപോലെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. ഈ ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവരെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സുകളിൽ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു കാര്യമാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും പ്രോഫിറ്റായ ഒരു ബിസിനസ്സാണ് റെസ്റ്റോറൻറ്റ്. 10 രൂപയുടെ ഒരു ഫുഡ് കൊടുത്താൽ 5 രൂപ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും. പക്ഷെ അത്രയും റിസ്ക് ആണ് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക്കായ കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട്. അതൊരു 5 ലക്ഷം രൂപയാണെങ്കിൽ അത് നിങ്ങൾ പറയുന്ന ഈ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. മറിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10 ലക്ഷമാണെങ്കിൽ അതിനെ കുറെ കൂടി മോഡിഫൈ ചെയ്ത് ഒരു ചെറിയ തോതിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആക്കി എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 25 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെയാണെങ്കിൽ ഈ പറയുന്ന ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ റെസ്റ്റോറൻ്റ് ആയാലും കഫേ ആയാലും തട്ടുകടയായാലും എന്ത് തന്നെയായാലും ഇന്ന് മനുഷ്യൻ ആദ്യം നോക്കുന്നത് അവിടെ പാർക്കിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ഈ ഫുഡ് ഐറ്റം റിലേറ്റഡായ ഒരു കാര്യങ്ങൾ, കസ്റ്റമർ വന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. പാർക്കിംഗ് സൗകര്യങ്ങൾ ഉള്ളിടത്ത് മാത്രമേ നിങ്ങൾ ഇങ്ങനെ കട ഓപ്പൺ ചെയ്യുവാൻ ആഗ്രഹിക്കാൻ. രണ്ടാമത് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ഇതിനെ ആദ്യം രജിസ്റ്റർ ചെയ്യണം. FSSAയിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്കൂടെ ഓൺലൈനിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ആദ്യം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ കഴിയും. 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട ഓപ്പൺ ചെയ്യാനുള്ള ഒരു അംഗീകാരമാണ് അവർ തരുന്നത് നിങ്ങൾക്ക്. അത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏത് ലെവലിലേക്കാണ് ഇത് റെസ്റ്റോറൻ്റായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിലേക്കാണ് ഒരു കഫേ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിലേക്കാണ് ഒരു കഫ്റ്റീരിയ ആയിട്ട് മാറുന്നത് എന്നൊക്കെ നിങ്ങളുടെ അതിൻ്റെ അകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനകത്ത് ഒരു 18 തൊട്ട് 20-ൽ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും റെസ്റ്റോറൻറ്റിലേക്ക് മാറും. അതിൻ്റെ യാതൊരു മാറ്റവുമില്ല. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മുനിസിപ്പാലിറ്റി ലൈസൻസും, പഞ്ചായത്ത് ലൈസൻസും, അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ഇതും ലാബിൽ ചെക്ക് ചെയ്തതിൻ്റെ റിപ്പോർട്ടും, അതോടൊപ്പം തന്നെ നിങ്ങൾ FSSAയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ലൈസൻസിന് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ഒരിക്കലും ലൈസൻസ് അല്ല, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രമാണ്. അതിന് ലൈസൻസിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ആ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനകത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അവിടെ FSSA നാളെ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഓരോന്നും അവർ പറയുന്ന കാറ്റഗറി അനുസരിച്ചാണോ എന്ന് നോക്കിയതിന് ശേഷമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ലൈസൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം തുറക്കുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുവാനുള്ള ഒരു അംഗീകാരം മുനിസിപ്പാലിറ്റിയിൽ നിന്നും FSSAയിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങളൊരു 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അത് റെസ്റ്റോറൻറ്റിൽ നിന്നല്ല, ഏതൊരു സ്ഥാപനത്തിലായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഈ 25 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഇതിൻ്റെ ക്യാപിറ്റലെങ്കിൽ നിങ്ങളത് 20 ലക്ഷത്തിൽ കൊണ്ട് നിർത്തുവാൻ ശ്രമിക്കണം. ബാക്കി 5 ലക്ഷം രൂപ എപ്പോഴും നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സമയം ഒരുപാട് കൂടുതലാകുന്നു. ഇതിൻ്റെ അടുത്ത ഒരു പാർട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.